കറുപ്പ് താഞ്ഞെന്നൊക്കെ പൊടിച്ച കളറ്. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഭയങ്കര പഴയൊരു പാട്ടാണ്. അതായത് കറുപ്പാണ് എനിക്കിഷ്ടപ്പെട്ട കളർ എന്നാണ് പറയുന്നത്. പിന്നെയും ഒരുപാട് കറുപ്പ് നിറത്തെക്കുറിച്ച് വർണ്ണിച്ച് അനേകം പാട്ടുകൾ വന്നു. കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്, എന്തൊക്കെയായിരുന്നു ബഹളം. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു കറുപ്പിന് 7 അഴകാണ്. അപ്പോൾ അത് കറുപ്പിന് 7 അഴകാണെന്ന് പറയുമ്പോഴും ബാക്കി ഇത് 93 അഴകും വെളുപ്പിനാണ് എന്നവിടെ പറയാതെ പറയുന്ന വേറൊരു സമൂഹം അവിടെ നിൽക്കുന്നുണ്ടെന്ന് ചില ഇൻസിഡൻറ്റ് കാണുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇന്നലെ കണ്ട ഒരു ന്യൂസാണ്, വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാനത് കണ്ടത്. നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മാമിന് തൻ്റെ നിറത്തിൻ്റെ പേരിൽ അപമാനം നേരിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് എ ഷോക്ക്. അത് ആദ്യമായിട്ടൊന്നും അല്ല നിറത്തിൻ്റെ പേരിൽ ഒരാൾ അപമാനിക്കപ്പെടുന്നത്. പക്ഷേ ആരപമാനിക്കപ്പെട്ടു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബ്യൂറോക്രാറ്റായിട്ടുള്ള ഒരാൾ, ഇത്രയും എഡ്യൂക്കേറ്റഡായ, ഇത്രയും സോഷ്യലി ഹൈ സ്റ്റേച്ചറിൽ നിൽക്കുന്ന ഒരാളെ പോലും തൻ്റെ കളറിൻ്റെ പേരിൽ അപമാനിക്കുന്ന ഒരു സമൂഹത്തിൽ, ഇത്രയും ജീർണിച്ചൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക. എന്തൊരു അവസ്ഥയാണല്ലേ ഇതൊക്കെ. അപ്പം ഈ പാട്ടുകൾ പാടിയത് കൊണ്ടോ കവിതകൾ പാടിയത് കൊണ്ടോ കഥകൾ പറഞ്ഞത് കൊണ്ടോ ഒരു കാര്യമില്ല. ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ കറുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഇരുട്ട് മാറാത്തടത്തോളം ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഇനി വളർന്നു വരുന്ന തലമുറയോടെങ്കിലും പറയാനുള്ളതൊന്നു മാത്രമേ ഉള്ളൂ. വെവ്വേറെ നിറം പൂണ്ട മർത്യർക്കുമുള്ളിലെ ചോര ചുവപ്പ് തന്നെ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും തവിട്ട് നിറത്തിലിരുന്നാലും എല്ലാവരുടെയും ശരീരത്തിൽ കൂടെ ഒഴുകുന്ന ചോരയ്ക്ക് ചുവപ്പ് നിറമാണ്. അപ്പോഴെങ്കിലും ആ മനുഷ്യത്വത്തിൻ്റെ നിറം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും കഴിയട്ടെ.